ഇവന്മാർക്കൊന്നും നാണമില്ലേ? ഈ നാണമില്ലാത്ത കൂട്ടർക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നവർക്ക് അല്പമെങ്കിലും നാണമുണ്ടോ? നാണമുണ്ടോ ഇന്ന് ഈ വർത്താനം പറയുമോ? അല്പം നാണം കൊണ്ട് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ കസേരയിരിക്കുന്ന മാന്യൻ ഈ നാണമില്ലാത്ത വർത്താനം പറയുമോ? ഒരു നാണം കെട്ടവനെ ന്യായീകരിക്കാൻ ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ഒരാൾ വന്നിരുന്നിപ്പോൾ പറഞ്ഞെന്താണ്? ആ നാണം കെട്ട MLAക്ക് എതിരായ ഒരു ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാളുടെ കിലുങ്ങുന്ന ശബ്ദം കേട്ടില്ലേ ഇവരാരും? ഒരു പെൺകുട്ടിയോട് അയാൾ നടത്തിയ സംഭാഷണം നിങ്ങൾ കേട്ടില്ലേ? നിന്നെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതിയെന്ന് ആ പെൺകുട്ടിയോട് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരും കേട്ടില്ലേ? ഇവന്മാർക്കൊന്നും നാണമില്ലേ? ഈ നാണമില്ലാത്ത കൂട്ടർക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നവർക്ക് അല്പമെങ്കിലും നാണമുണ്ടോ? നാണമുണ്ടോ ഇന്ന് ഈ വർത്താനം പറയുമോ? അല്പം നാണം കൊണ്ട് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ കസേരയിരിക്കുന്ന മാന്യൻ ഈ നാണമില്ലാത്ത വർത്താനം പറയുമോ? എന്താ നാണമില്ലാത്തവൻ പറഞ്ഞത്? നാണമില്ലാത്ത KPCC പ്രസിഡന്റ് പറയുകയാണ് പരാതിക്കാരുടെ ആ പരാതി ഡ്രാഫ്റ്റ് ചെയ്താണ്. KPCC പ്രസിഡന്റ് നാണമില്ലാത്തവനൊന്നും വിളിക്കണ്ട. ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നാണംകെട്ട സണ്ണി ജോസഫാണ് പറയുന്നത് പരാതിക്കാരിക്ക് നാണംകെട്ട സണ്ണി ജോസഫ്. അതല്ല പറയട്ടെ നാണംകെട്ട ഒരു KPCC പ്രസിഡന്റ്, നാണംകെട്ട ഒരു ആളെ ന്യായീകരിക്കാൻ നാണംകെട്ട ഒരു KPCC പ്രസിഡന്റ് നാണംകെട്ട രീതിയിൽ തരംതാണ രീതിയിൽ നടത്തിയ വർത്തമാനമാണ്. ഒരു പരാതിക്കാരിക്ക് അതിജീവിതയ്ക്ക് നിയമപരമായ പിൻബലം ഉണ്ടാകാൻ പാടില്ല. ഒരതിജീവിതയ്ക്ക് ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നാണംകെട്ട KPCC പ്രസിഡന്റ് പറയുന്നത്. ഈ നാണംകെട്ട പ്രസിഡന്റ് തന്നെയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആ നാണംകെട്ട UDF കൺവീനർ എന്നല്ല പറഞ്ഞല്ലോ, ദിലീപിനൊപ്പമാണ്. കേരളത്തിലെ സർക്കാർ കെട്ടിച്ചമയ്ക്കുകയാണ്. അപ്പീലുമായിട്ട് ദിലീപിനെ ദ്രോഹിക്കാൻ നടക്കുകയാണ്. ഇതെല്ലാം നാണം കെട്ടവന്മാരല്ലേ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്പം പോലും നാണമില്ലാത്തവന്മാർ, ഒരു കോൺഗ്രസ് പാർട്ടിക്കാർ. ആർക്കാ ഇവിടെ നാണമില്ലാത്തത്? നിങ്ങൾ കേട്ടില്ലേ എന്താ നാണം കെട്ടവൻ പറഞ്ഞത്? ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് നിന്നിലൊരു കുട്ടി ഉണ്ടാകണമെന്നോ? പിന്നെന്താ നാണം കെട്ടവൻ പറഞ്ഞത്? അബോർട്ട് ചെയ്യണമെന്നോ? അവരെ ന്യായീകരിക്കാനല്ലേ ഉടുപ്പിട്ടുകൊണ്ട് വന്നിരിക്കുന്നത്? ഏത് നാണക്കേട്? നമ്മളൊരു ചർച്ച പങ്കെടുക്കുമ്പോൾ സംസ്കാര സമ്പന്നമായി ചർച്ച പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ ചർച്ച പങ്കെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. നമുക്ക് രാഷ്ട്രീയമായി ചർച്ച ചെയ്യാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സഭ്യമായും സാംസ്കാരികമായും ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ നാണംകെട്ട ഭാഷ ഉപയോഗിച്ചത് ആര് എന്ന കാര്യം നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇത്തരമൊരു വിഷയത്തിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. രണ്ട്, സമീകരണ വിദ്യക്ക് ഞങ്ങളില്ല. ഞങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമോ അപ്പുറത്ത് മറ്റേ കോവള MLAയുടെ കാര്യമോ അയാൾ ജയിലിൽ കിടന്ന കാര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സമീകരണ വിദ്യ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ സമീകരണ വിദ്യ തുടങ്ങിയാൽ പറവൂരും തന്നെ ഞങ്ങൾക്ക് തുടങ്ങാം. ഞങ്ങളാരും പറയാറില്ലല്ലോ. കാരണം നമ്മളൊരു സംസ്കാര സമ്പന്നമാകണം ജീവിതം, രാഷ്ട്രീയ പ്രവർത്തനം. എന്തായാലും ഇപ്പം എന്താണ് ഈ KPCC പ്രസിഡന്റ് ന്യായീകരിക്കാൻ, ആരെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ന്യായമുള്ള കാര്യമാണോ? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുകയാണ്. എന്ത് വേണം? നല്ലൊരു പരാതിയാണ്. അതെങ്ങനെ പാർട്ടി കെണിയിലാവും? എനിക്ക് തീരെ മനസ്സിലായില്ല. അതായത് പരാതി കിട്ടി അപ്പം തന്നെ പോലീസിൽ അയച്ചു കൊടുത്തു. അത് ഞങ്ങളുടെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ ആഘോഷമാണ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് 2 ദിവസക്കാലം കഴിഞ്ഞ് പറയുകയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കെണിയിലാക്കി. അതുപോലെ തന്നെയാണ് നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുന്നതൊക്കെ ഉണ്ടെങ്കിലും ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി ആരുടെ കൂടിയാണ്? ഇത്രയും ആളുകൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ ഞങ്ങളാരെങ്കിലും വന്നോ? ഞങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഏതെങ്കിലും അതിജീവിതമാരെ മൊഴി പിടിപ്പിക്കാൻ നടന്നിട്ടുണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, നിങ്ങളുടെ ഒരു തമ്പാനൂർ രവി എന്ന് പറഞ്ഞ വന്ധ്യവയോധികനായ ഒരു നേതാവുണ്ടായിരുന്നു. 82 വയസ്സുള്ള പുള്ളി ഏത് പണിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു അതിജീവിതയെ മൊഴി പഠിപ്പിക്കാൻ. പിന്നെ ഒരു MP ഉണ്ടല്ലോ, ബെന്നി ബെഹനാൻ MP. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ മൊഴി കൊടുപ്പിച്ചത്? സോളാർ കമ്മീഷനിൽ എന്ത് മൊഴി കൊടുക്കണം? ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടൊരു പരാതി താമസിച്ചു പോയോ? ഞാൻ പറഞ്ഞു താമസിച്ചിട്ടില്ല. കാരണം എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി യാത്രയിലാകുമ്പോൾ അത് ലഭ്യമായ സമയത്ത് പരിശോധിച്ചിട്ട് വേണ്ട നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആരെയും തെറ്റായി സംരക്ഷിക്കുന്ന നിലയില്ല ഒരാളെ സംബന്ധിച്ചും. അത് ഞങ്ങളുടെ ഭാഗത്തൊരു MLA ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം
20 കൊല്ലം പഴക്കമുള്ളയാണ്, സിനിമാ രംഗത്തുള്ളപ്പോഴാണ്, MLA ആയപ്പോഴല്ല എന്നൊക്കെ ഞങ്ങൾ ന്യായീകരിച്ചോ? അതിന് കുറ്റപത്രം എഴുതി കൊടുത്തിരിക്കുകയാണല്ലോ. കോടതി കുറ്റപത്രം കിടക്കല്ലേ? അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തത് കോടതിയല്ലേ? നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു MLA, അദ്ദേഹത്തെക്കുറിച്ച് ആരാ പറഞ്ഞത്? ഞാനിത് പറയട്ടെ ലക്ഷ്മി, ഇപ്പം തന്നെ അവസാനിപ്പിക്കാം. ഒന്ന്, റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയോട് എന്താണ് നിലപാട് കോൺഗ്രസിൻ്റെത്? VD സതീശനെ അവർ പിതൃസഹജമായി കാണുന്ന ഒരാൾ. അവർ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാരും പെൺമക്കൾക്കും നിരവധി പേർക്ക് ഇത്ര അനുഭവം ഉണ്ടായിരുന്ന. അപ്പോൾ അത്തരമൊരാളെക്കുറിച്ചാണ് KPCC പ്രസിഡന്റ് പറയുന്നത് കേട്ടോ, പാർട്ടിയെ കെണിയിലാക്കിയത് വനിതകളാണെന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളുടെ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന ഷഹനാസ് അവരെന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കുന്ന മുമ്പ് ഷാഫി പറമ്പിലിനോട് പറഞ്ഞു, ഈ ആളെ ആക്കരുത്. എന്നോട് കർഷക സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ നില പെരുമാറി, വേറെ പല പെൺകുട്ടികൾക്ക് അനുഭവം ഉണ്ടെന്ന്. യൂത്ത് കോൺഗ്രസ്സിൽ വനിതകൾക്ക് പ്രവർത്തിക്കാൻ കിട്ടാത്ത സാഹചര്യം ഇയാൾ പ്രസിഡന്റായാൽ വരും എന്ന് പറഞ്ഞാൽ അത്തരമൊരു വ്യക്തിയെ പിന്നീട് സംഭവിച്ചു, പാലക്കാട് MLA ആക്കി. ഞങ്ങൾക്കിതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണ്? ഞങ്ങൾ ഇയാൾ എന്താ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർത്തു, പാലക്കാടാണല്ലോ നീലപ്പെട്ടി കൊണ്ടുവന്നത്. നീലപ്പെട്ടി കൊണ്ടുകിടന്ന ഫെനിയാണല്ലോ ഇപ്പം മറ്റേ കേസിലെ പ്രതിയായിട്ടുള്ളത്, മറ്റേ കുട്ടിയെ കൊണ്ടുപോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രിമിനൽ സംഘമാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർ ഇത്തരം കാര്യങ്ങൾ തെറ്റു ചെയ്തപ്പോൾ കോൺഗ്രസിൽ നിന്നും ഒഴിഞ്ഞു മാറി അവരെ ഞങ്ങൾ പുറത്താക്കിയ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം കോൺഗ്രസ്സിന് അല്ല KPCC പ്രസിഡന്റിന് ഇത് പറയാൻ നിർബന്ധിതമായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വെട്ടിക്കിളിക്കൂട്ടങ്ങളെ പേടിച്ചിട്ടാണ്. അവരപഹരിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെത്. KPCC പ്രസിഡന്റിനെ ഷാഫി പറമ്പിൽ കീഴ്പ്പെടുത്തിയുടെ തെളിവാണ് ഈ പ്രസ്താവന, ഈ പ്രതികരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി അനിൽകുമാർ. ബേസിൽ, ഇതിനകത്ത് നിങ്ങളും പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ പരാതി വന്നതിനെ സംശയത്തോടെ കാണണമെന്ന്. നമുക്ക് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം, ഈ പരിസരം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പറഞ്ഞ ഈ ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരിയായ, കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരിയായ പെൺകുട്ടിയുടെ പരാതി, ആ പരാതി പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതല്ല. ആദ്യത്തെ അതിജീവിതയുടെ ഓഡിയോകൾ തെളിവുകളായി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ ഓഡിയോയും പുറത്തുവിട്ടിരുന്നു. എന്നെ ഈ രീതിയിൽ അപമാനിച്ചു, എന്നെ ഈ രീതിയിൽ നമുക്കൊന്ന് സ്വകാര്യമായി പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞൊരു റൂമിലേക്ക് കൊണ്ടുപോയി അത്യന്തം ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയെന്ന് അന്ന് തന്നെ ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുകയും ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അത് സംപ്രേഷണം ചെയ്തതാണ്. അതൊരു പരാതിയുടെ രൂപത്തിലെത്തുവാൻ ഇത്രയും കാലതാമസമെടുത്തു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ അതിനിടയിൽ സംഭവിച്ച കാര്യം എന്താ? ഒന്നാമത്തെ അതിജീവിത പരാതിയുമായി പോകുന്നു. അവർ അതിക്രൂരമായാണ് സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, ഈ VD സതീശൻ തന്നെ സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുകയാണ്. ഇത്രയും ആക്രമണങ്ങൾക്കിടയിൽ നിന്ന്, ഈ വെട്ടുകളി കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് ആ പെൺകുട്ടി ധൈര്യത്തോടെ വന്ന് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മൊഴി കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ആ പരാതി രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? അതെങ്ങനെ പറയാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ അതിജീവിതയെ സല്യൂട്ട് ചെയ്യുകയല്ലേ നിങ്ങളൊക്കെ ചെയ്യേണ്ടത്? ആദ്യമേ ഒരു കാര്യം പറയാം. അതായത് ഈ പറയുന്ന അതിജീവിതയെ സല്യൂട്ട് ചെയ്യുക തന്നെ ഞങ്ങൾ ചെയ്യും. ആദ്യത്തെ കാര്യം അത് പറയാം. രണ്ടാമത് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. CMന്റെ ഓഫീസിൽ കൊടുത്ത പരാതി 16 ദിവസം പൂഴ്ത്തിവെച്ചതുമായി ചോദിച്ചു. അതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടുമെന്ന് വിചാരിക്കുന്നു. CMന്റെ ഓഫീസിൽ ഗുരുവായൂർ മുൻ MLA കുഞ്ഞു മുഹമ്മദിനെതിരെ കൊടുത്ത പരാതി 16 ദിവസം പൂഴ്ത്തിവെച്ചു. അതിന് ഉത്തരം കിട്ടിയില്ല. രണ്ട്, ഒരു സെക്കൻഡ് ബേസിൽ, അങ്ങനെ ഒരു പരാതി പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ അനിൽകുമാർ? CMന്റെ ഓഫീസിൽ ഒരു അതിജീവിതയുടെ പരാതി പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ? മുൻ MLAക്ക് എതിരെ കൊടുത്ത പരാതി നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടോ അനിൽകുമാർ? ശ്രീ അനിൽകുമാർ കേൾക്കാം. ഞാൻ മനസ്സിലാക്കിയത് CM ഓഫീസിലേക്ക് ഒരു പരാതി മെയിൽ ചെയ്തു എന്നാണ്. പരാതി കൊണ്ട് കൊടുക്കുകയല്ല. നിങ്ങൾ CM ഓഫീസിലേക്ക് പരാതി കൊണ്ട് കൊടുക്കുന്നു, മെയിൽ ചെയ്യുന്നത് രണ്ടാണ്. മെയിൽ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അത് ഫോർവേഡ് ചെയ്ത് പരിശോധിച്ചിട്ടുണ്ടാവും, സെക്ഷനുകളിലേക്ക് പോകും. സ്വാഭാവികമായി അത്തരം പരിശോധനയുടെ ഭാഗമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നടപടിയെടുത്തിട്ടുണ്ട്. അതല്ല രേഖാമൂലം അവിടെ നടപടിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. ബേസിൽ, എന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ സത്യം പറഞ്ഞാൽ വലിയ സൈബർ ആക്രമണങ്ങളെ, കേൾക്കാമോ, ഈ വലിയ സൈബർ ആക്രമണങ്ങളെയൊക്കെ അതിജീവിച്ച് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച ഈ അതിജീവിതയെ എന്തിനാണ് അപമാനിക്കുന്നത്? അപമാനമല്ലേ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് ഒരു പെൺകുട്ടി അനുഭവിച്ച ക്രൂര പീഡനങ്ങൾ അവർ പരാതിയുമായി വരുമ്പോൾ അതെങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്?
അല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞ 16 ദിവസത്തെ കണക്ക് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. CM-ന് മെയിൽ വന്നു, മെയിൽ ഫോർവേഡ് ചെയ്യാൻ 16 ദിവസം എടുത്തു. ഇത്രയും സീരിയസ് ആയ ഒരു മാറ്റർ മുൻ MLA-ക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യാൻ 16 ദിവസം, അത് ഫോർവേഡ് ചെയ്യാൻ 16 days. ബേസിൽ അതിനകത്ത് കാലതാമസം വന്നിട്ടുണ്ട്. ആ കാലതാമസം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിജീവിതയെ അപമാനിക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു സ്ത്രീ ഒരു പരാതി അതിജീവിതയെ അപമാനിക്കുന്ന നടപടിയിലേക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നീങ്ങിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തിന് 16 ദിവസം ഇത് പൂഴ്ത്തിവെച്ചു? KPC പ്രസിഡന്റ് ഒരിക്കലും ഞാൻ പറയാം, ഞാനത് കാണിച്ചു തന്നല്ലോ, കൃത്യമായി ജഡ്ജ്മെന്റ് കാണിച്ചു തന്നില്ലേ? പിന്നെ അതിലേക്ക് നിങ്ങൾ പോകണം. ഞാൻ കൃത്യമായി ജഡ്ജ്മെന്റ് കാണിച്ചത് ഈ KPC പ്രസിഡന്റ് ഫോർവേഡ് ചെയ്ത പോലെ മുകേഷിന്റെ കേസ് ഉണ്ടായി 2024 മുകേഷിനെതിരെ ആരോപണം തുടർച്ചയായി അദ്ദേഹം ആദ്യം മുതൽ എന്താ പറയുന്നത്, അതിജീവിതയുടെ പേരില്ല, തീയതിയില്ല, സ്ഥലമില്ല. എങ്ങനെയാണ് ഒരു അതിജീവിത അവരുടെ പേര് വെച്ച് ഒരു പാർട്ടി ഓഫീസിലേക്ക് പരാതി അയക്കുന്നത്? പിന്നെ അവർ എന്തോ തരം ആക്രമണമായിരിക്കും നേരിടേണ്ടി വരിക? അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായ പരാമർശം അതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പറയുന്നു പാർട്ടിക്ക് വെച്ച കെണിയാണിത് എന്ന്. പിന്നെ പറയുന്നു സംശയത്തോടെ കാണുന്നു, അത് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, അത് നല്ല ഇംഗ്ലീഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമത്? ഇനി ഞാൻ പറഞ്ഞോട്ടെ? ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറില്ല, ഞാനങ്ങ് പറഞ്ഞോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം KPC പ്രസിഡന്റ് കൃത്യമായ നിലപാട് KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഞാൻ കൃത്യമായ ജഡ്ജ്മെന്റിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ 18ാമത്തെ പേജ് ഞാൻ കാണിച്ചു. ഡിഫാക്ടോ കംപ്ലൈന്റ് KPC പ്രസിഡന്റാ. അത് നിങ്ങൾ പറയാതെ പോകരുത്. പല മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യാതെ പോവാ. നിങ്ങൾ അത് ചർച്ച ചെയ്യാതെ പോകാൻ പാടില്ല. രണ്ട്, മുൻ MLA-യുടെ കാര്യം ഞാൻ പറഞ്ഞു, അതിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. 16 ദിവസം കാലതാമസം വന്നു, ആങ്കർ ഉൾപ്പെടെ സമ്മതിക്കുക. CM-ന് മെയിൽ വന്ന 16 ദിവസം സമ്മതിച്ചു. 2024 സമാനമായ ഒരു ആരോപണം മുകേഷ് എന്ന് പറയുന്ന CPM-ന്റെ MLA-ക്കെതിരെ വരുന്നു. അതിനുശേഷം CPM-ന്റെ MLA 2025 കേരളത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു. ഇന്ന് KPC പ്രസിഡന്റ് അവിടെ നിന്ന് കുറ്റം പറഞ്ഞല്ലോ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു മുകേഷ്. എന്ത് നീതി, അല്ലെങ്കിൽ ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന് KPC പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാം, KPC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ന് ആങ്കർ ഉൾപ്പെടെ പറഞ്ഞല്ലോ, അതായത് KPC പ്രസിഡന്റ് പറഞ്ഞത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഇത്രയും നാളില്ലാതെ, ഇപ്പോൾ ആങ്കർ പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് പറയാം, ഇത്രയും നാളില്ലാതെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത്, ഈ ഒരു പീക്ക് പോയിന്റിൽ ഈ സംഭവം ഇത്രയും കാര്യമായി വരുന്നു. ഇത് ഞങ്ങൾ ഇരയ്ക്കൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. ഈ സമയത്ത് ഈ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഈ സമയത്ത് UDF-നെ അതായത് താഴ്ത്തി കെട്ടുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ സംഭവം വന്നു എന്നാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. അല്ലാതെ KPCC പ്രസിഡന്റ് ഇരയ്ക്കൊപ്പം അല്ല എന്നോ, രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമാണെന്നോ, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു മൃദു സമീപനം പോലും ഒരു ഭാരവാഹികളും എടുത്തിട്ടില്ല. നിങ്ങൾ നോക്ക്, രാഹുൽ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കമ്മിറ്റി ആരെങ്കിലും ഒരു രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? ഞങ്ങൾ എവിടെയെങ്കിലും ഇരയ്ക്കൊപ്പം അല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചോ? ഞങ്ങൾ എല്ലാവരും ഇരയ്ക്കൊപ്പമാണ്. 100% ഞങ്ങൾ എല്ലാവരും ഇരയ്ക്കൊപ്പം തന്നെയാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ